പതിറ്റാണ്ടുകളായി ക്യൂബൻ മണ്ണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ കീഴിലായിരുന്നു. എക്കാലത്തും അത് ഗവൺമെൻറ് കീഴിലായിരുന്നു. അതിൻ്റെ എല്ലാ സെക്ടറുകളും ഹെൽത്ത് ആയാലും ഇൻവെസ്റ്റ് ആയാലും അതല്ല പെട്രോളിയം ആയാലും എല്ലാ വകുപ്പും പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്യൂബയും ഈ പറഞ്ഞ പോലെ സ്വകാര്യവൽക്കരണത്തിലോട്ട് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു USSRൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു ക്രൈസിസിലോട്ട് ക്യൂബ എന്ന് പറയുന്ന ഒരു രാജ്യം പോകുന്നു. ഫെഡറൽ കാസ്ട്രോൻ്റെ മണ്ണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തരത്തിൽ ദാരിദ്ര്യത്തിലോട്ട് ടച്ച് ചെയ്യുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് വെനസ്വേലയിലെ ഈ പറഞ്ഞ പോലെ നിക്കോളാസ് മഡൂറോയെ അമേരിക്ക രാത്രിക്ക് രാത്രി അദ്ദേഹത്തോടും തൂക്കിക്കൊണ്ടുപോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവിടുത്തെ എണ്ണയുടെ മൊത്തം സെക്ടറുകൾ, ക്രൂഡ് ഓയിലിൻ്റെ മൊത്തം സെക്ടറുകളും അമേരിക്കയുടെ കൈയാളിൽ വരുന്നു. ഇത്തരത്തിൽ അവിടുന്ന് കിട്ടേണ്ട എണ്ണ ചൈനയെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നിന്ന് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ക്യൂബയെ പോലുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം പെട്രോളിൻ്റെ കാര്യത്തിൽ അവരെ കീഴടക്കി കഴിഞ്ഞു. അവർക്ക് കൊടുക്കുന്ന വൈദ്യുതി കാര്യത്തിൽ അവിടെ കീഴടക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരെ ക്യൂബ ഏറ്റവും അവസാനം ഒരു നിവൃത്തിയും പരനിവൃത്തിയും ഇല്ലാണ്ട് കിഞ്ചുന്ന അവസ്ഥയിലോട്ട് വരെ പോകുന്നു. എനിക്ക് തോന്നുന്നു പണ്ട് ക്യൂബൻ മിസൈൽ ക്രൈസിസിന് ശേഷം ഇത്തരത്തിൽ റൂഷോവിൻ്റെ കാലത്ത് വലിയ തരത്തിലുള്ള പ്രശ്നം കന്നു പോകുന്നു. ഈ തരത്തിൽ അമേരിക്കയുടെ തൊട്ട് മുമ്പിൽ അണുവായുധം എത്തിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തുന്നു. ഏറ്റവും അവസാനം ഇരു രാജ്യങ്ങളും മൗനാനുഭവത്തോടു കൂടി പിൻവലിച്ചു പോകുന്ന രീതിയിൽ കണ്ടു. അന്ന് അതിനെതിരെ ഫിഡൽ കാസ്ട്രോ പരസ്യമായി രംഗത്ത് വരികയൊക്കെ ചെയ്തതാണ്. അതിനൊക്കെ ശേഷം ഇപ്പോൾ വീണ്ടും ക്യൂബ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലോട്ട് പോകുന്നു. മാത്രമല്ല അന്ന് ക്യൂബയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടിയത് സ്വന്തം രാജ്യത്തിൻ്റെ ഉള്ളിലെ ജനങ്ങളുടെ സപ്പോർട്ടായിരുന്നു. പക്ഷേ ഇന്നത് മാറിയിരിക്കുന്നു. ഗവൺമെൻറ്റിനെതിരെ പരസ്യമായിട്ട് ക്യൂബക്കാരനെ രംഗത്ത് വരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത ഇവർ സ്വകാര്യവൽക്കരണത്തിലോട്ട് ക്യൂബ നീങ്ങുന്നു എന്നുള്ളതാണ്. അത് പെട്രോളിയം ആയാലും ശരി, ഈവൻ വേസ്റ്റ് മാനേജ്മെന്റ് അടക്കം സ്വകാര്യവൽക്കരണത്തിലോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. ഫാർമസ്യൂട്ടിക്കൽ, ഹെൽത്ത് സെക്ടർ, അതുപോലെ തന്നെ എല്ലാ രംഗത്തും ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തും പൂർണ്ണമായിട്ടും എഡ്യൂക്കേഷൻ അടക്കമുള്ള പല സെക്ടറുകളും ഇത്തരത്തിലുള്ള സ്വകാര്യവൽക്കരണത്തിലോട്ട് നീങ്ങുന്നു എന്നുള്ള തരത്തിൽ വാർത്ത വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന് ഇത്തരത്തിലുള്ള ഒരു സ്വകാര്യവൽക്കരണത്തിലോട്ട് നീങ്ങാൻ പറ്റുക? നമുക്ക് 3-4 വിഷയങ്ങൾ ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷ ചായ്വുള്ള, ഇപ്പോൾ അതും പരസ്യമായിട്ട് ചായ്വ് കാണിക്കുകയുള്ളൂ, ഇടതുപക്ഷ സ്വഭാവമുള്ളതെന്ന് ഞാൻ പറയുന്നില്ല, ഇടതുപക്ഷ ചായ്വുള്ള ബുദ്ധിജീവികളിലോ നേതാക്കന്മാരോട് ചോദിച്ചാൽ ഇവരിപ്പോൾ പറഞ്ഞ ചൈന, ക്യൂബ, ഈ രണ്ട് വേറെ എക്സ്ട്രാ വെനസ്വേല ഇപ്പോൾ പറയില്ല, മൊണ്ടറോ ഒന്നും ഇപ്പോൾ പറയില്ല. ചൈനയും ക്യൂബയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താവളം. വെനസ്വേല ഓൾറെഡി പോയി കഴിഞ്ഞു. ചൈന കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അവിടുത്തെ പോളിസികളൊക്കെ നേരെ മറിച്ചു പോകാം. പിന്നെ ഇവിടെ അതിലും അത്യാവശ്യം ഇവിടെ ക്യൂബയെ കണ്ടിരുന്നത് ഫിഡൽ കാസ്ട്രോ, മാവോസത്തിങ്ങിന് തുല്യമായി ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ കാസ്ട്രോയെ പോലെ തന്നെ ഇപ്പോഴും ഇപ്പോൾ മഹാരാജ് കോളേജിലെ പിള്ളേരുടെ ഷർട്ടൊക്കെ പൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ എല്ലാം ബനിയനും ജേഴ്സികളെല്ലാം ചെഗുവരയുടെ പടം വെച്ചായിരിക്കും. അവരുടെ ബാനറുകളിൽ ചെഗുവരയുടെ പടം കാണും. ചെഗുവര അറിയപ്പെടുന്നത് ക്യൂബൻ വിമോചനത്തിന് വേണ്ടിയുള്ള ഗറില്ലാ സമരത്തിൽ പങ്കെടുത്ത് ബൊളീവിയൻ കാടുകളിൽ പങ്കെടുത്ത് ജീവത്യാഗം ചെയ്യേണ്ടി വന്ന, അല്ലെ അതിനുവേണ്ടി ശ്രമിച്ച ആളാണ് ചെഗുവര. ചെഗുവരയ്ക്ക് വേറൊരു ഗുണം കൂടി ഉണ്ടായിരുന്നു. കാസ്ട്രോയുടെ കൂട്ട് അധികാരത്തിലേക്കല്ല ചെഗുവര പോയത്, വീണ്ടും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവം നടത്താൻ വേണ്ടി ചെഗുവര പുറകോട്ട് വരികയായിരുന്നു. അപ്പോൾ ആ ചെഗുവര ഇന്ന് മറന്നു. അതുപോലെ വേറൊരാളാണ് ഇങ്ങനെ തീവ്രവാദ അല്ലെ ഗറില്ല യുദ്ധം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിച്ച ഒത്തിരി നേതാക്കളുണ്ട്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൽ ഒരാളുണ്ടായിരുന്നു. അങ്ങേരും പറ്റി ഇവർ മിണ്ടുന്നില്ല. അതിൻ്റെ കാരണം ഈ കമ്മ്യൂണിസം എന്നുള്ള പ്രത്യയശാസ്ത്രം തന്നെ തകർന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശസൽക്കരണം അല്ലെങ്കിൽ പൊതുമേഖല എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് എക്കണോമിയുടെ പ്രത്യേകത പൊതുമേഖലയാണ്. പ്രൈവറ്റ് സ്വകാര്യ മേഖല വളരെ കുറവാണ്, വളരെ കുറവായിരിക്കും. ആ കാഴ്ചപ്പാട് ശരിയായിരുന്നോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായി തുടങ്ങി. ഞാൻ ചെറിയ ഉദാഹരണം കൊണ്ട് തുടങ്ങാം. ഇന്ത്യയിലെ ബാങ്കുകൾ 1969 നാഷണലൈസ് ചെയ്തു, പ്രീവിപ്ലാസ് നടപ്പിലാക്കുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധി ചില പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്തു. ഈ ബാങ്കുകളൊക്കെ ദേശവൽക്കരിച്ചപ്പോൾ, പല ബാങ്കുകളും ദേശവൽക്കരിച്ച് കഴിഞ്ഞപ്പം പ്രധാനപ്പെട്ട 10-20 ബാങ്കുകൾ ദേശവൽക്കരിച്ചു. ആ സമയത്ത് ബാങ്ക് ദേശവൽക്കരണത്തിന് അനുകൂലമായി, അല്ലെ പൊതുമേഖലകൾ ദേശവൽക്കരിക്കുന്നതിന് അനുകൂലമായി ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ബാങ്കിൽ പോകാനോ 10 രൂപ ഡെപ്പോസിറ്റ് ഇടാനോ പറ്റാത്ത പാവം പിടിച്ച ജനങ്ങൾ ഈ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി തെരുവിലിറങ്ങി. രാജ്യം മുഴുവൻ ഇന്ദിര നിൽക്കും പക്ഷത്തെ കോൺഗ്രസ് ഉള്ളൂ കട്ടായം എന്നുള്ള ആ രീതിയിലുള്ള മുദ്രാവൊക്കെ ആയിട്ട് അങ്ങനെയാണ് കോൺഗ്രസിലെ പിളർപ്പിൽ ഉന്നതരായ നേതാക്കളെ, മൊറാർജി ദേശായിക്ക് ഉൾപ്പെട്ട നേതാക്കളെ പരാജയപ്പെടുത്തി ഇന്ദിരാഗാന്ധിക്ക് രാജ്യത്തിൻ്റെ നേതാവാകാനുള്ള അവസരം ഒരുക്കി ദേശവൽക്കരണ പ്രക്രിയയിലൂടെയാണ്. പക്ഷേ നമ്മൾ ദൗർഭാഗ്യം കാണേണ്ടത്, ഇത് കാലം പോയി, മൻമോഹൻ സിംഗിൻ്റെ കാലത്തോട്ട് സ്വകാര്യവൽക്കരണം തുടങ്ങി,
ബാങ്കുകൾ പതുക്കെ പതുക്കെ സ്വകാര്യവൽക്കരിക്കാൻ തുടങ്ങി. എല്ലാ ബാങ്കും, സ്റ്റേറ്റ് ബാങ്കൊക്കെ SBT ഒന്നും ഇപ്പോൾ ഇല്ല. SBI ബാങ്ക് ഓഫ് ട്രാവൻകൂറൊക്കെ അമാൽഗമേഷൻ പല പരിപാടി കൊണ്ട് ഈ പൊതുമേഖലാ ബാങ്കുകളുടെ ശക്തി ശോഷിക്കുകയും സ്വകാര്യ മേഖലയ്ക്ക് ഷെയർ എടുക്കാവുന്നുള്ള ഇത്ര % ഷെയർ എടുക്കാവുന്നുള്ള വ്യവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്തു. എന്തുകൊണ്ട് ബാങ്ക് ദേശവൽക്കരണത്തെ അനുകൂലിച്ച് തെരുവിൽ വന്ന ഈ പാവം പിടിച്ച ജനങ്ങൾ എന്തുകൊണ്ട് തിരിച്ചിപ്പോൾ സ്വകാര്യവൽക്കരിക്കുമ്പം പ്രകടനത്തിന് വരുന്നില്ല? ഇവിടുത്തെ ഇടതുപക്ഷം പഠിക്കേണ്ട ആദ്യത്തെ പാഠതാണ്. എന്തുകൊണ്ട് ഈ തൊഴിലാളികളെ, സാധാരണ ജനങ്ങളെ ഇവിടെ അണിനിരത്താൻ പറ്റുന്നില്ല? അപ്പോൾ ബാങ്ക് യൂണിയനുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ പവർഫുൾ ട്രേഡ് യൂണിയനാണ്. അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസും സൗകര്യങ്ങളും ആർക്കും ഇല്ല. പക്ഷേ ഇത് അവർക്ക് ഒരു സമരം ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പോയ ഒരു ചോദ്യം വന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സബ്സിഡിയറീസ്, അതുപോലത്തെ SBIയുടെ സബ്സിഡിയറീസ് എല്ലാം കൂടെ SBIയിലേക്ക് ലയിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഭയങ്കര സമരം, പ്രശ്നങ്ങൾ, SBT നശിപ്പിക്കും, കേരളത്തനിമ നശിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സമരമൊക്കെ കാണുന്നു. ഇപ്പോൾ SBT മെച്ചപ്പെട്ട് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്തോ മോശമായോ? SBTക്ക് നല്ല കുറേ കൂടെ ഇത് കിട്ടി, ഫണ്ട് പൊസിഷൻ കിട്ടി. SBIയുടെ ഇതല്ലേ സബ്സിഡിയറി പോലല്ലേ. അതാണ് പ്രകടനപരമായി നമ്മൾ പുറമെ ആശയവും ആദർശവും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ പോലും സ്വകാര്യ മേഖല എന്ന് പറയുമ്പോൾ അവിടുന്ന് ഡെലിവറി ചെയ്യാൻ നോക്കണം. ഞാൻ വ്യക്തിപരമായിട്ട് അതിനെ അനുകൂലിക്കുന്ന ആളാണ്. ഇവിടെ ക്യൂബയുടെ കോടാനുകൂടി തിന്നു പിടിച്ചു. ദേശവൽക്കരണം എന്ന് പറയുമ്പോൾ പൊതുമേഖല എന്ന് പറയുമ്പോൾ വരുന്ന പൊതുമേഖല എന്ന് പറഞ്ഞു വരുമ്പം നമ്മൾ അറിയേണ്ട കാര്യം അതിൻ്റെ കൂടെ കറപ്ഷൻ, പൊളിറ്റിക്കൽ കറപ്ഷൻ, നെപ്പോട്ടിസം, ഈ 2 കാര്യങ്ങളിലൂടെ കടന്നു വരും. ഇപ്പോഴത്തെ പൊതുമേഖലയുടെ നന്മ എന്ന് പറയുന്നവർ നോക്കുന്നില്ല. കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ, KSRTC, KSEB, FSCT, എത്ര എണ്ണം പൊളിഞ്ഞ് തകർന്നു. രക്ഷപ്പെടുത്താൻ പറ്റിയ ചുരുക്കം 1-2 കാണും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് 591 സ്ഥാപനങ്ങൾ, പൊതുമേഖലയിലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന ശമ്പളം തന്നെ 19,000 കോടി രൂപയുണ്ട് വാർഷിക ചിലവ്, പഞ്ചവത്സര പദ്ധതി ചിലവ്. ആ പദ്ധതികൾ പല ഇതിൽ നിന്ന് പോയി, പല കമ്പനികളും നിർത്തിപ്പോയി, പല സ്ഥാപനങ്ങളും നിർത്തിപ്പോയി. എന്നാൽ ആ ജീവനക്കാരവിടെയുണ്ട്, അവർക്കെല്ലാം ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക. അതിനെ അപ്പം തൊട്ടാൽ എന്താണ്, സതീശൻ നാശവൽക്കരിക്കാൻ വന്നിരിക്കുന്നു, അല്ലെ ഉമ്മൻചാണ്ടി ദേശവൽക്കരിക്കാൻ വന്നിരിക്കുന്നു, തൊഴിലാളികളെ ദ്രോഹിക്കാൻ വന്നിരിക്കുന്നു, പിരിച്ചുവിടാൻ വന്നിരിക്കുന്നു. ഈ പ്രചരണമായിട്ടാണ് ആ രംഗത്ത് വരുന്നത്. ഇടതുപക്ഷം തന്നെ രംഗത്ത് വരും. പക്ഷേ ഇടതുപക്ഷം നിയന്ത്രിക്കുമ്പോൾ പോലും ഇത് നന്നാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്യൂബ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ക്യൂബയ്ക്ക് ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലായി എങ്ങനെയാണ് കമ്മ്യൂണിസം ലോകരാജ്യങ്ങൾ പലയിടത്തും ഇല്ലാതെ പോയി എന്നുള്ളത്. ഇപ്പോൾ വെനിസ്വേലയിലെയും സാമ്പത്തിക ഞെരുക്കായിരുന്നു അല്ലേ, ഏറ്റവും പ്രധാന സാമ്പത്തിക ഞെരുക്കായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കയറി പോവുകയാണ്. നല്ല മീൻ പോലും നാട്ടുകാർക്ക് കിട്ടിയില്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. വില കൂടിയ മീനെല്ലാം, നല്ല കരിമീനും ആവോലിയും നെയ്മീനും ഒക്കെ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇടത്തരക്കാരന് കിട്ടിയില്ല. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ പോയി ഒത്തിരി മീൻ മേടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. ഇപ്പോൾ പൂർണ്ണമാവ് ചെന്ന് മീൻ മേടിച്ചാൽ വലിയ മീനൊന്നും കിട്ടിയില്ല. ഒക്കെ എറണാകുളത്തെ ടാജിലേക്കോ അതുപോലുള്ള ഹോട്ടലുകളിലേക്കോ സെർവ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകും. നമ്മൾ കാശ്മീരിലും കിട്ടിയില്ല, നല്ല ചെമ്മീൻ പോലും കിട്ടിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എക്കണോമിയിലേക്ക് നമ്മൾ കുറേശ്ശെ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാനും തടുക്കാനും ചില സതീശന് പറ്റുമെന്ന് അറിയത്തില്ല. സതീശൻ്റെ പടത്തിൽ കേട്ടാൽ തോന്നി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കുന്നതെന്ന് തോന്നും, പറയാൻ പറ്റില്ല. ഈ 590 സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞാൽ അതിനെ സതീശൻ എന്ത് ചെയ്യും? ഇവന്മാർക്ക് ശമ്പളം വീണ്ടും കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ക്യൂബയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ അവർ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസത്തെ അവർ സ്വകാര്യവൽക്കരിച്ചിട്ടില്ല. അത് അവരുടെ ഫാർമ അതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വാർത്താവിനിമയം, അതായത് ടെലികമ്മ്യൂണിക്കേഷൻ, മാധ്യമം, ഇതൊക്കെ പൂർണ്ണമായിട്ടും ഇനിയും ഗവൺമെൻറ് കയ്യിൽ തന്നെ തുടരുന്നുള്ളതും. ഇത് കൂടാണ്ട് അവിടെ പ്രധാന വരുമാന മാർഗമായ സിഗാർ, ടൊബാക്കോ, ഈ ഒരു സാധനം, അതാണ് അവരുടെ പ്രധാന കാസ്ട്രോയുടെ ഐഡന്റിറ്റി, ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന കാസ്ട്രോ. അപ്പം അതും അവരുടെ ഗവൺമെൻറ് കീഴിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ്. അതെ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളോട്ടാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് തുറന്നു കൊടുക്കുമ്പം ഒരുപാട് പെട്രോളിയം, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റേഷനുകൾ, മരുന്നുകൾ, അങ്ങനെ കുറേ കാര്യത്തിലുള്ള കാര്യം തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. ഏതൊക്കെ കമ്പനികൾ അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു? കാരണം തൊട്ടപ്പുറത്ത് അയൽവക്കമായിട്ട് കിടക്കുന്നത് അമേരിക്കയാണ്. അപ്പം അമേരിക്ക ഇവർ രണ്ടുപേരും, ഒന്ന് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്, മറ്റേത് കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്. ഒരു തരത്തിലും ഈ തരത്തിലുള്ള എന്താ യോജിപ്പ് ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇത്തരം കുറേ മിസ്കൺസെപ്ഷൻ നമ്മൾ ആദ്യം മനസ്സിൽ നമ്മൾ കളാം. ഇപ്പം ശ്രീലങ്കയിൽ തുറമുഖം തുടങ്ങാൻ സഹായിച്ചാരാ? ചമ്പാർ തുറമുഖം തുടങ്ങാൻ സഹായിച്ചാരാ? ചൈന. ശ്രീലങ്കയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പൈസ കൊടുക്കാൻ പറ്റിയില്ല. ചൈന എന്നാ ചെയ്ത് ആ സ്ഥലം ഏറ്റെടുക്കും. 99 വർഷത്തിന് വിഴിഞ്ഞത്താ ക്ലോസ് ഉണ്ട്. ഈ മധ്യേഷ്യ, ഈ പശ്ചിമേഷ്യ, ഓട്ടോമൻ എംപയറിനെ തകർക്കാൻ തന്നെ ഉപയോഗിച്ച സ്പന്ദറാണ്.
പൈസ കൊടുത്ത് അവനെ കടം കൊടുത്ത് അവനെ മുടിക്കുക. ആ സ്റ്റൈല് അവിടെ എടുത്തു. ഇവിടെ എടുക്കുന്നുണ്ടോ? ഇപ്പോൾ വിഴിഞ്ഞൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കാം. അദാനി പണ്ടടിക്കും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇത് പൊളിറ്റിക്കലി തന്നെ ഇവരുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഫിഡൽ കാസ്ട്രോനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏകദേശം 60ഓളം പ്രാവശ്യം അവർക്ക് അയച്ചിട്ടുണ്ട്. അറ്റംപ്റ്റ് CIA ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടെന്നുള്ള ഫിഡൽ കാസ്ട്രോ തന്നെ പിന്നീട് പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. അത് ഇവൻ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും പലവട്ടം വിഷം ചേർത്ത് കൊടുത്തിട്ട് കൊല്ലാം. പക്ഷേ അമേരിക്കൻ്റെ മൂക്കിന് താഴെ ഇരുന്നിട്ട് പോലും ഫിഡൽ കാസ്ട്രോനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോൾ ഇന്നും അമേരിക്ക എക്കാലത്തും ഈ പറഞ്ഞ പോലെ ശത്രുവായി കാണുന്ന ഒരു രാജ്യം. പക്ഷേ അവർക്ക് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മളോട് ആലോചിക്കുക. ആ കൂട്ടത്തിൽ എക്സ്പേർട്സ് പറയുന്നതിനപ്പുറം നമ്മുടെ തലച്ചോറിലൂടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ക്യൂബ അവിടെ നിലനിൽക്കുക എന്നുള്ള ആരുടെ ആവശ്യം? അമേരിക്കയ്ക്ക് ഒരു ശത്രുവിനെ ജോലിയും കഴിഞ്ഞാൽ ആ ക്യൂബക്കാർ നമ്മളെ ശല്യപ്പെടുത്താൻ വരുന്നു, അല്ലെങ്കിൽ ക്യൂബ എന്നുള്ള അഭയാർത്ഥികൾ വരുന്നു. എല്ലാവരും ക്യൂബ എന്നുള്ള എല്ലാവരും അഭയാർത്ഥിയായിട്ട് അമേരിക്കയിലേക്ക് പോവുക. അതോടെ ശ്രദ്ധിച്ചോണം. ക്യൂബയിലുള്ള ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ, കാസ്ട്രോയുടെ ഭരണത്തിൽ സംതൃപ്തരാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? ഈ ഫിഡൽ കാസ്ട്രോ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞങ്ങാണ്ട് ആദ്യത്തെ ഹണിമൂണിന് പോകുന്നത് അമേരിക്കയിലോട്ടാണ്. അത് പോട്ടെ. അല്ല, അന്ന് ഇത്തരത്തിൽ വലിയ ക്രൈസിസ് നടക്കുമ്പോഴാണ്, മീൻസ് നേരിട്ട് കൊമ്പ് കോർക്കുന്ന സമയത്താണ് അദ്ദേഹം ഇപ്പം ഇത്തരത്തിൽ ബന്ധപ്പെട്ട്. ഞാൻ ഇപ്പോൾ 2-3 കാര്യങ്ങൾ പറയാം. യാതൊരു കാരണവശാലും ഇറാനെ ജയിക്കാനും സമ്മതിക്കില്ല, തോക്കാനും സമ്മതിക്കില്ല. അല്ലെങ്കിൽ സൗദി അറേബ്യ ഇപ്പോൾ സംഘടിച്ചു തുടങ്ങി. അവിടെ വേറെ മറ്റു രാജ്യങ്ങളൊക്കെ കൂട്ടി അമേരിക്ക ആ കൂട്ടത്തിലുമുണ്ട്. അപ്പോൾ ഇവിടെ ഇറാനില്ലെങ്കിൽ അമേരിക്കയ്ക്ക് പ്രസക്തി ഉണ്ടാകും. സൗദി പറയും നീ നിൻ്റെ പണി നോക്കണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ചില ശത്രുക്കളെ എല്ലാ രാജ്യത്തും വേണം. അതിലൊന്ന് കാസ്ട്രോ ആയിരുന്നു. ഒരു ശല്യമില്ലാത്ത ശത്രുവായിരുന്നു. പക്ഷേ ചെഗുവേര അവർക്ക് അത്ര സ്വീകാര്യനല്ലായിരുന്നു. അങ്ങനെ ഓരോ രാജ്യത്തുണ്ട്. വിയറ്റ്നാമിലുണ്ടായിരുന്നു. വിയറ്റ്നാമിൽ നിന്ന് ആരുടെ സുഹൃത്താണ്? അമേരിക്കയുടെ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ജനത വിയറ്റ്നാം. ഇന്ന് വിയറ്റ്നാം ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ചൈനയുടെ ഭാഗത്തോ? വിയറ്റ്നാം അല്ലേ? മീൻസ് അമേരിക്ക ഏറ്റവും കൂടുതൽ തോറ്റ, മീൻസ് അമേരിക്ക നേരിട്ട് അവിടെ പോയിട്ട് അവർ ആക്രമിക്കുന്നു, തോൽപ്പിച്ച രാജ്യം. ആ രാജ്യം ഇന്ന് ആരുടെ കൂടെ എടുക്കുന്നത്? വിയറ്റ്നാമിന്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഇല്ലാത്തൊരു മീൻസ് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്ക് ചൈനയായിട്ടും റഷ്യയായിട്ടും ബന്ധമുണ്ട്. അതേപോലെ തന്നെ അമേരിക്ക അതിർത്തി പട്ടാളത്തിന്റെ നീക്കങ്ങൾ അതുണ്ട്. അതിർത്തിയിലെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്നെയാണ് തർക്കം ഉണ്ടാകുന്നത്. ഇന്ത്യയും ചൈനയായിട്ടുള്ള ബന്ധത്തിൽ അത് തന്നെയാണ് കാര്യം. എവിടെയെങ്കിലും ചരണ്ടറിൽ വന്നാൽ അങ്ങോട്ടും തർക്കമാവും. ഇത് വിയറ്റ്നാം ഇന്ന് അമേരിക്കൻ ചേരിയില്ല. വിയറ്റ്നാം പേടിച്ചുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും ഇറാനിലോട്ട് ആൾക്കാരെ നേരിട്ട് പട്ടാളക്കാരെ അയക്കാത്തത്. കാരണം വിയറ്റ്നാമിൽ ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് അമേരിക്കൻ പട്ടാളക്കാരാണ് അവിടെ മരിച്ചു വീണത്. കാരണം ഗറില്ല അവരെവിടെ ഒളിച്ചു നിൽക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ. അഫ്ഗാനിസ്ഥാനിലേക്ക് പിന്നെ എങ്ങനെ പേടിയില്ലായിരുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് പട്ടാളത്തെ? അഫ്ഗാനിസ്ഥാനിൽ ഈ പറഞ്ഞ പോലെ അവരെ മലരിക്കൽ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. പക്ഷെ എന്നാലും അവിടെ പോകുന്നു. കുറെ ആൾക്കാർ മരിച്ചു അവിടെ അഫ്ഗാനിസ്ഥാനിൽ. എന്നിട്ട് എന്തുണ്ടായത്? കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. 2022 നമ്മൾ കണ്ടതല്ലേ. അമേരിക്കയുടെ ഏറ്റവും വലിയ പവർ വീക്ക്നെസ്, പൊളിറ്റിക്കൽ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്. ഇപ്പോൾ ചൈനയിലോ റഷ്യയിലെ പ്രതികരിക്കുന്ന ജനങ്ങൾ ഉണ്ടായിത്തിറങ്ങിയിട്ടുണ്ട്. ചൈനയിലോ റഷ്യയിലോ ക്യൂബയിലോ ഉത്തര കൊറിയയിലോ ഗവൺമെൻറ് നയങ്ങൾക്കെതിരായി പ്രതികരിച്ചാൽ അവരുടെ തല പോകുന്ന അവൻ്റെ ജീവിതം തീർന്നു. മറിച്ച് അമേരിക്കയിൽ പ്രതികരിക്കാം. ഇത്രയും ബില്ലാദൻ പോയി അവിടുത്തെ ടവർ പൊട്ടിച്ചിട്ടും പിന്നെയും മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ലേ? എത്രയോ ലക്ഷം മുസ്ലിങ്ങൾ പോയിട്ടുണ്ട് പാസ്പോർട്ട് മിസ് ചെയ്തത്. ഇന്ത്യയാണ് സമ്മതിക്കുക? മോഡിയാണ് സമ്മതിക്കുക? ഇല്ല. നാളെ നോക്കണം നമ്മുടെ. അപ്പോൾ അമേരിക്കൻ അത് ട്രംപിൻ്റെ ഗുണമോ കന്നഡയുടെ ഗുണമോ അല്ല, അവർ വളർത്തിയെടുത്തൊരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ മെച്ചാണ് അമേരിക്കൻ ജനത. അത് അങ്ങനെ ഒരു ജനതയുണ്ട്. അങ്ങനെ ഒരു ജനത ഇപ്പുറത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ പറഞ്ഞ ക്യൂബയുടെ കാര്യം പറഞ്ഞതിൻ്റെ നമ്മുടെ പബ്ലിക് സെക്ടർ എന്നുള്ള കൺസെപ്റ്റ് ഇടതുപക്ഷത്തിൻ്റെ വലിയ മേഖലയാണ്. അത് ഞങ്ങൾ സർക്കാർ നടത്തുന്നതെന്ന് പറയുന്നത് നന്നായി കിട്ടുന്നില്ല. അതുപോലെ തന്നെ മോശമാണെന്നുമില്ല. പക്ഷെ എനിക്കിപ്പോഴും ഇതൊക്കെ അവർ ഇത്തരത്തിൽ മീൻസ് സ്വകാര്യവൽക്കരണം തുറന്നു കൊടുക്കുമ്പോൾ പോലും അതിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരും എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നത്. കാരണം തൊട്ടപ്പുറത്ത് ശത്രുവായ അമേരിക്ക കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് റിസ്ക് എടുത്തിട്ടാണ്? ഇപ്പം നമുക്കത് ദുബായിലോട്ട് വരുമ്പോൾ റിസ്കിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണ് ദുബായിൽ. അതുകൊണ്ടാണ് പല മൾട്ടിനാഷണൽ കമ്പനികൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് രസമുള്ള സബ്ജക്റ്റ് ഇതിൻ്റെ മറുവശാലേക്ക് താങ്കൾക്ക് പറവൂരോ ആലുവരോ എവിടെയെങ്കിലും ഒരേക്കർ സ്ഥലം കൊടുക്കാനുണ്ട്. ഒരാൾ സാമാന്യം നമ്മൾ ചിലർക്ക് കൊടുക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഒരാൾക്ക് സ്ഥലം കൊടുക്കുകയാണ്. അവരോട് പറഞ്ഞു കാര്യമൊക്കെ ശരി, എന്നാ വില കിട്ടിയാലും മറ്റവർക്ക് കൊടുക്കരുത് കേട്ടോ. നമ്മളായിട്ട് കുടുംബപരമായിട്ട് നിങ്ങൾ തർക്കമുള്ളവരായിരിക്കും. നമ്മളിവിടുത്തെ 2 കൈ 3 കൈ മൂന്നാമത്തെ ആളാകുമ്പോഴത്തേക്ക് അവൻ ഇതുപോലെ അറിയാമോ? അവൻ കിട്ടുന്ന അവൻ വിൽക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാശിനും കൊടുക്കും. അങ്ങനത്തെ ഏത് സമയത്ത് ഇട്ടിട്ട് പോകും. വിഴിഞ്ഞത്ത് കണ്ടില്ലേ?
എന്നാൽ MC ഒരു MSC. MSC ഷിപ്പിംഗ് കമ്പനി. അവർക്ക് ലാഭം കിട്ടിയപ്പോൾ അവർ കിട്ടിയ വിലയ്ക്ക് വിറ്റു. അദാനി വിറ്റു. അവർക്ക് കൊടുത്തില്ല കാശ്. എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇനി MSC വേറെ ആർക്കും MSC വന്നു കഴിഞ്ഞാൽ ബാക്കി വരുമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ആർഗ്യുമെൻറ്റ് പറയുമ്പോൾ MSC മൂന്നാമത് വേറെ തന്നെ കൊണ്ടുവന്നാലോ? ഒരു ചൈനീസ് കമ്പനി കൊണ്ടുവന്നായി ഉണ്ടാൻ പറ്റുമോ? ട്രേഡിൻ്റെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നമുക്ക് കൂടുതലായിട്ട് കമ്പാർട്ട്മെൻറ്റൈസ് ചെയ്യാൻ പറ്റിയല്ല. ഇപ്പം ഇയാൾ പറഞ്ഞത് ട്രംപ് പറഞ്ഞപ്പം ചെരുപ്പൂരിയോട് അടി കൊടുക്കണമാണ് മോഡി. പക്ഷെ മോഡിയോട് പറഞ്ഞില്ല താൻ ഇനി അവിടെ നിന്ന് എണ്ണ മേടിക്കരുത്, റഷ്യയിൽ നിന്ന് മേടിക്കരുത്, ഇത്രയാമത്തേക്ക് എണ്ണ മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാൻ പറ്റാത്തത് അമേരിക്ക മിലിറ്ററി പവറിനെ പേടിച്ചാണ്. പിന്നെ അമേരിക്ക ഇങ്ങോട്ട് അയക്കുന്ന റെമിറ്റൻസ്, അമേരിക്ക തരുന്ന കാശല്ല റെമിറ്റൻസ്, ഈ രണ്ട് ഭാഗം ഉദ്ദേശിച്ചതാണ്. ഇതിൻ്റെ അകത്ത് പ്രായോഗികത എന്നുള്ള ഒറ്റ വാക്കല്ലാതെ ഇന്നത്തെ കച്ചവടം നാളെ വേണേൽ വേറെ രാജ്യമായിട്ട് ചെയ്യും, ലാഭം കിട്ടുന്നത്. അത് ട്രംപ് ആ പോളിസിക്കാരനാണ്. ലോകത്ത് ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യ കുറെ മാറിയിട്ടുണ്ട്. ഇന്ത്യ ഒഴിവാക്കി എല്ലാ രാജ്യങ്ങളും അങ്ങനെ. ചൈന ആരുടെ കൂടെ നിൽക്കുന്നത്? ചൈന പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്നത്. മതം യാതൊരു തരത്തിലും മതത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ചൈന ഏറ്റവും കൂടുതൽ ഫണ്ടമെന്റലിസം കൊണ്ടു നടക്കുന്നത് പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ആയുധം കൊടുക്കില്ല. അതിൻ്റെ കാരണം എന്നാ? ഇന്ത്യക്ക് പേടിയുണ്ട് ഇവിടെ. ഇന്ത്യ ഇപ്പുറമുണ്ട്. ഇന്ത്യ കുറെ കൂടെ വിശാലമാണ്. അമേരിക്ക ഉദ്ദേശിക്കുന്ന നാളെ ഈ ഇവിടുത്തെ കലാപങ്ങളൊക്കെ കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റൊക്കെ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയാൽ അടുത്ത് അവർ തമ്മിൽ തല്ലിക്കാൻ പോകുന്ന ആരെയായിരിക്കും എന്നറിയോ? ഇന്ത്യയും ചൈനയായിരിക്കും. പാകിസ്ഥാനായാലും തമ്മിൽ തല്ലാത്ത പാകിസ്ഥാനും അത്രയ്ക്ക് കരുത്ത് പോരാ. അപ്പോൾ ചൈന ഇന്ത്യയായിട്ട് പ്രശ്നങ്ങളുണ്ട്. അതിനാണ് അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇപ്പോൾ തീ ഇങ്ങനെ അഗ്നികുണ്ഡങ്ങളാണ്, അതൊക്കെ കത്തിക്കും. അതിൻ്റെ അവിടെയും ബെനിഫിഷ്യറിയായിട്ട് ആര് വരും? അമേരിക്ക. ഇപ്പോൾ ക്യൂബയ്ക്ക് വരുന്ന കുഴപ്പം, ക്യൂബ ക്രമത്തിൽ ജീവിക്കാൻ വേണ്ടി, മാന്യമായി ജീവിക്കാൻ വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടി ഉറപ്പായിട്ടും അമേരിക്കൻ ജയിലിലേക്ക് ഗ്രാജുവലായിട്ട് ഷിഫ്റ്റാക്കി. ഇപ്പോൾ ചേരിയില്ല. ഇപ്പോൾ 6 വർഷം ക്യൂബ കമ്മ്യൂണിസ്റ്റ് ചേരി എന്ന് പറയുമ്പോൾ ആരോടെ നിൽക്കും? USSR തകർന്നു പോയി. അതുകൊണ്ട് ഇനി റഷ്യ ചൈന മാത്രമേ ഉള്ളൂ. ചൈന ഒരു ട്രംപാണ്. കാരണം ചൈനയ്ക്ക് ചൈനയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ചൈന ഈ പറഞ്ഞ പോലെ പേരിന് മാത്രമേ കമ്മ്യൂണിസ്റ്റ് ഉള്ളൂ. എല്ലാവിധ രാജ്യങ്ങളും അവിടെ ഏറ്റവും പാവപ്പെട്ട രാജ്യം ശ്രീലങ്ക പറ്റിച്ച കണ്ടില്ലേ? ശ്രീലങ്ക പറ്റിച്ച കണ്ടില്ലേ? ഇനി അതിൻ്റെ ചൈനീസ് പിന്നെ വീണ്ടും പറയാം, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ പൊതുമേഖല എന്നുള്ള കൺസെപ്റ്റാണ്. ഏത് മേഖല എന്നുള്ള പേരിട്ടാലും അവിടെ അതിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനം നല്ലതാണെങ്കിൽ, പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും മാനേജ്മെൻറ്റ് സംവിധാനം നല്ലതാണെങ്കിൽ അത് ആ പരിപാടി ഉണ്ടാവും. ക്യൂബയിൽ പറ്റിയ കുഴപ്പം മാനേജ്മെൻറ്റ് സംവിധാനം തനി പാർട്ടി ബേസിൽ പാർട്ടി ഉദ്യോഗസ്ഥന്മാർക്ക് കയറി ഇറങ്ങാനുള്ള ഒരു ഇവിടുത്തെ പോലെ കേരളം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേച്ചിൽപ്പുറമായിട്ടൊന്ന് മാറ്റി അങ്ങനെയാണ് ഇത് തീർന്നത്.